ഹലോ, ഞാലിമില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ കാന്താര 2 പടം കണ്ടു. അതായത് കാന്താര 2 ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ അതായത് കാന്താര 1 തന്നെ ഞാൻ മര്യാദയ്ക്ക് കണ്ടുള്ളതല്ല, ഞാൻ ഇന്നലെയാണ് കണ്ടത്. അപ്പോൾ കാന്താര 1 കണ്ടപ്പോൾ തന്നെ എനിക്കത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ പടത്തിൻ്റെ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് കാര്യങ്ങൾ അത്ര എനിക്കതിലും ഇതായിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ അത് പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഈ കാന്താര 2 കയറിയത്. പക്ഷെ കാന്താര 2 ഞാൻ പറയട്ടെ, അതായത് തുടക്കം തുടങ്ങി അവസാനം വരെ പടം ഒരു കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളും. പിന്നെ 1 വെച്ച് നോക്കുകയാണെങ്കിൽ 1 ഡബ്ബ് മോശമായിരുന്നു. അതായത് ഡബ്ബിങ്ങൊക്കെ മോശമായിരുന്നു. മറ്റേ ആക്ഷനൊക്കെ വരുമ്പോൾ വെറുതെ കിടന്ന് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെ എനിക്ക് മോശമായിട്ട് തോന്നിയില്ല. പിന്നെ എടുത്തു പറയേണ്ടതിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. ജയറാമൊക്കെ കിടിലനായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് പുള്ളിയുടെ, അതായത് ഒരു വില്ലൻ റോള് അങ്ങനെയൊക്കെ വരും. അതെന്തായാലും പടം കാണും. എന്തായാലും കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുള്ളിയുടെ പേര് എനിക്ക് തീർച്ചയായിട്ടും രാജ്ബി ഷെട്ടിയോ അങ്ങനെയാണ്. പുള്ളി തന്നെ പടം ഡയറക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഡയറക്ഷനും അഭിനയമൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നൊന്നും ഭയങ്കര ഡൗട്ടുണ്ട്. കാരണം ഡൗട്ട് എന്നല്ല, എങ്ങനെ കൊണ്ടുപോയിന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല. കാരണം അത്ര ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഒരു 10-20 മിനിറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൗണ്ടും അറ്റ്മോസൊക്കെ കേട്ട് വരുമ്പോൾ കിട്ടലിനായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു സംഭവമാണ് കാന്താര 2. എന്തായാലും കാണേണ്ടവർക്കൊക്കെ കാണാം. കാരണം നിരാശപ്പെടുത്തില്ല, അത് 100% ഉറപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പാട്ടുകളിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടമായത് ഈ പടത്തിൻ്റെ ബീജിയമും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ കാര്യങ്ങളൊക്കെയാണ്. അതായത് പുള്ളിയുടെ ആക്ഷൻ അത് ഇൻ്റർവെൽ പഞ്ചൊക്കെ ഉണ്ടല്ല, ഇൻ്റർവെൽ പഞ്ചൊക്കെ വേറെ ലെവലിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കൊരു എനിക്ക് തിയേറ്ററിൽ നിന്ന് ഒരിത് കിട്ടി. കാരണം തിയേറ്ററിൽ അത്രയും ഇതിരുന്ന് കാണുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തതൊക്കെ ഉണ്ടല്ലോ, കിടിലതാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ടൈലൻ്റായിട്ട് ഒരു കാന്താര 3 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് എന്തായാലും ഇമാതിരി ലെവലാണെങ്കിൽ എന്തായാലും ആ പടത്തിൽ കാണണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗുളിക ആ സംഭവം ഇതൊരു ഹിന്ദു അങ്ങനത്തെ ഒരു കഥയൊക്കെ ആണോന്നൊരു കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കണ അറിയണ സംഭവങ്ങളാണ്. അപ്പോൾ അത് കാരണം പിന്നെ എനിക്ക് കൂടുതൽ കത്തിയിട്ടില്ല. അതാണ് കാര്യം. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയില്ല. എന്തായാലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പറയാം. പെർഫോമൻസ് വൈസും എന്തായാലും ഒരു തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറയില്ലേ, ആ ഒരു ലെവല് എന്തായാലും പടത്തിന് പടം കൊണ്ടുവന്നിട്ടുമുണ്ട്. എനിക്ക് കിട്ടി തിയേറ്ററിൽ നിന്ന് എനിക്ക് ആ ഒരു ലെവലിൽ എനിക്ക് കിട്ടി. എന്തായാലും ധൈര്യമായിട്ട് കാണാം. പിന്നെ പടത്തിൽ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫ്രെയിംസ് എവിടെ നോക്കിയാലും നല്ല കിടിലൻ ഫ്രെയിംസ്. അതായത് ഒരു മറ്റേ വ്യൂ ഒക്കെ ഉണ്ട്, അതായത് മലയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഇതിൽ കൂടുതലൊന്നും പറയില്ല. അതായത് രാജ്ബി ഷെട്ടിക്ക് എങ്ങനെ അമാനുഷിക കഴിവുകൾ കിട്ടിയണമല്ല. അതായത് എന്താ ഈ ഗുളിക അന്തോ സംഭവമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. അത് വേറെ കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് കാന്താര 2. എന്തായാലും ധൈര്യമായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചണം നടി, അതായത് ഒരു നടി, എനിക്കതിൻ്റെ പേര് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ പ്രേമത്തിലെ മറ്റു മുടി വളർത്തിയ അവരാണെന്ന് വിചാരിച്ചത്. ഞാനങ്ങനെ വിചാരിച്ചത്. പിന്നെ പകുതി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതല്ല, വേറെ ഏതോ ഒരു നടിയാണ്. കൂടുതൽ എനിക്ക് അറിയാനും പാടില്ല. എന്തായാലും ഗംഭീര സിനിമ കാന്താര 2. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് കാന്താര 2. എന്തായാലും ധൈര്യമായിട്ട് എല്ലാവരും കണ്ടോ, കുഴപ്പമില്ല.